ഈ പെരുമഴക്കാലത്ത് തലസ്ഥാനത്തെ ബി.ജെ.പി. കൗൺസിലർമാരുടെ ഒരു പ്രതിഷേധം കാണുകയായിരുന്നു. ചിരിക്കണോ എന്ന് ആലോചിച്ചു പോയി. കാര്യം അതിതീവ്ര മഴ പെയ്തതിൻ്റെയൊക്കെ ചില ദുരന്തങ്ങൾ കൂടി നമ്മുടെ നാട്ടിലുണ്ടായ സന്ദർഭമാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഒരു മുദ്രാവാക്യം അരങ്ങേറുകയാണ്. ആ മുദ്രാവാക്യം കേട്ടപ്പോഴാണ് ഈ പെരുമഴക്കാലത്തെ ഈ മുദ്രാവാക്യം നമ്മളെ ചിരിപ്പിക്കുകയാണോ ചിന്തിപ്പിക്കുകയാണോ എന്ന് തോന്നിയത്. കഴക്കൂട്ടത്ത് വെള്ളമില്ലത്രേ. അതെന്താ കഴക്കൂട്ടത്ത് മാത്രം വെള്ളമില്ലാത്ത? സ്വാഭാവികമായി നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമല്ലേ. ഏതെങ്കിലും ഒരു മഴക്കാലത്ത് ഈ അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോ പുതിയ ഭരണസമിതി വന്നതിന് പിന്നാലെ തലസ്ഥാന നഗരത്തിൽ വെള്ളമില്ലാത്തടത്ത് വെള്ളം എത്തിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുള്ളതാണ്? അതിനിപ്പോ കഴിഞ്ഞ മേയർ വന്ന് ചെയ്യേണ്ടതുണ്ടോ? ഇല്ലല്ലോ. ഈ മേയറും ഭരണസമിതിയും ചെയ്യേണ്ട കാര്യമാണ്. ഈ മേയറും ഭരണസമിതിയും ഇത്രയും മഴ പെയ്തിട്ട് നഗരത്തിലുള്ളവർക്ക് വെള്ളം എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് ആരുടെ തെറ്റാണ്? നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയം മാറ്റിവെച്ച് നോക്കിയാൽ രണ്ട് ഭരണ സംവിധാനമാണുള്ളത്. ഒന്ന് സംസ്ഥാന സർക്കാരും, രണ്ട് ത്രിതല പഞ്ചായത്തുകൾ, അതായത് കോർപ്പറേഷനുകൾ, മുനിസിപ്പാലിറ്റികൾ, പഞ്ചായത്തുകൾ. മുകളിൽ സംസ്ഥാന സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ താഴേക്കിടയിലെ പഞ്ചായത്തുകളും കോർപ്പറേഷനുകളും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ്. അത് തിരുവനന്തപുരം നഗരസഭയിലേക്ക് വരുമ്പോൾ കോർപ്പറേഷൻ ഭരിക്കുന്നത് ബി.ജെ.പി. ആണ്. സംസ്ഥാന തലത്തിൽ കോൺഗ്രസ് ആണ് സംസ്ഥാനം ഭരിക്കുന്നത്. ഇവർ രണ്ടുപേരും ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭരണത്തിന്റെ ഐക്യമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ ഇവർ ആർക്കെതിരെയാണ് ഈ പ്രതിഷേധിക്കുന്നത്? ഇത് നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടിയാണോ? അതോ ക്യാമറകൾക്ക് വേണ്ടിയാണോ? സ്വന്തമായി ജനങ്ങൾക്ക് വെള്ളം എത്തിച്ചു കൊടുക്കേണ്ട ആളുകൾ അല്ലെങ്കിൽ സംവിധാനങ്ങൾ അവർ ജനങ്ങളുടെ മുന്നിൽ വന്ന് വെള്ളമില്ല എന്ന് പ്രതിഷേധിക്കുമ്പോൾ ജനങ്ങൾ ആരുടെ മുന്നിൽ പോയി പ്രതിഷേധിക്കണം? ആ ചോദ്യം പ്രസക്തമല്ലേ? അപ്പോ ഈ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ മഴക്കാലത്തും വെള്ളം എത്തിക്കാൻ പറ്റാതെ പോകുന്ന സാങ്കേതിക പിഴവുകൾ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഞങ്ങൾ സമരം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ സമരം ചെയ്താൽ നാട്ടുകാർക്ക് വെള്ളം കിട്ടും? വെള്ളം കിട്ടില്ലല്ലോ. വെള്ളം എത്തിക്കാനുള്ള സംവിധാനം ഒരുക്കുക, അതിനുവേണ്ടിയുള്ള ഇടപെടലുകൾ നടത്താൻ പരാജയപ്പെടുന്നിടത്ത് ഇതുപോലെ ക്യാമറകളിലൂടെ ഞങ്ങൾ വെള്ളത്തിന് സമരം ചെയ്തു എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഒരു സിനിമയാണ് ഓർമ്മ വരുന്നത്. അത് മാത്രമാണ് ബി.ജെ.പി. നേതാക്കന്മാരോട് പറയാനുള്ളത്. ഇത്തരം സമരങ്ങളെക്കാൾ നിങ്ങൾ ഋഷി ശൃംഖനെ പോയി കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. കാര്യം നിങ്ങളുടെ നാട്ടിൽ മഴ പെയ്ത് വെള്ളം എത്തിക്കാൻ പറ്റാത്തതിന് നിങ്ങൾ പോയി വാട്ടർ അതോറിറ്റിയിൽ സമരം ചെയ്തു എന്ന് കരുതിയാൽ വാട്ടർ അതോറിറ്റിക്കാർ ഇനിയിപ്പോൾ വെള്ളത്തിന് ഋഷി ശൃംഖനെ കൊണ്ടുവരേണ്ടി വരും. അതുകൊണ്ട് ഈ പ്രതിഷേധ നാടകമൊക്കെ നടത്താതെ എവിടെ നിന്നാണ് കുടിവെള്ളം എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നത് അവിടെ നിന്ന് അടിയന്തരമായി കുടിവെള്ളം എത്തിച്ചു കൊടുക്കാനുള്ള ഇടപെടലുകൾ നടത്താതെ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ ഈ ക്യാമറ പ്രതിഷേധ സമരങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കഴിയില്ല എന്ന് മാത്രമാണ് ഓർമ്മിപ്പിക്കാനുള്ളത്.